ഇന്നത്തെ അറിയിപ്പുകൾ. കേരളത്തിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനി എയർ കേരളയുടെ കോർപ്പറേറ്റ് ഓഫീസ് ആലുവയിൽ തുറന്നു. വ്യവസായ മന്ത്രി പി രാജീവ് എയർ കേരള ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. നിലകളിലായി ആലുവയിൽ ഒരുക്കിയിട്ടുള്ള ഓഫീസിൽ ഒരേ സമയം 200-ലധികം പേർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. കേരളത്തിൽ നിന്ന് തന്നെ ഒരു വ്യോമയാന കമ്പനി കടന്നുവരുന്നത് നമ്മുടെ നാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ ചിറകുകൾ നൽകുകയാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. കമ്പനി പുതിയ തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിനൊപ്പം കേരളത്തിലേക്ക് കൂടുതൽ വിമാനങ്ങളും മലയാളികൾക്ക് പുതിയ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള യാത്രകളും സാധ്യമാക്കാൻ പോകുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. എയർ കേരളയുടെ ആഭ്യന്തര വിമാന സർവീസ് ജൂണിൽ നെടുമ്പാശ്ശേരിയിൽ തുടങ്ങും. രാജ്യത്തെ വിവിധ നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ആഭ്യന്തര വിമാന സർവീസ് തുടങ്ങുന്നത്. 72 സീറ്റുള്ള ഇക്കണോമി ക്ലാസ് ATR വിമാനങ്ങളായിരിക്കും ഈ സർവീസിന് ഉപയോഗിക്കുക. പിന്നീട് അനുമതി ലഭ്യമാകുന്നതിനനുസരിച്ച് വിദേശ സർവീസുകളും ആരംഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദേശീയപാതാ വികസനത്തിനായി ജലാശയങ്ങളിൽ നിന്ന് മണ്ണ് ഖനനം ചെയ്യാനുള്ള സംസ്ഥാന കരട് നയത്തിന് രൂപരേഖയായി. ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമായത്. സംസ്ഥാനത്തെ ദേശീയപാതയുടെ വികസനത്തിനായി ദേശീയപാത അതോറിറ്റി കരാർ നൽകിയിട്ടുള്ള ഏജൻസികളാണ് മണ്ണെടുക്കുന്നത്. സംസ്ഥാനത്തെ 11 ജലാശയങ്ങളിൽ നിന്നും മണ്ണ് ഡ്രെഡ്ജ് ചെയ്ത് നീക്കം ചെയ്യുന്നതിനും ഡ്രെഡ്ജ് ചെയ്യുന്ന മണ്ണ് സാധാരണ മണ്ണാണോ എന്ന് വിലയിരുത്തി ഹൈവേയുടെ വികസനത്തിന് ഉപയോഗിക്കുന്നതിനുമാണ് രൂപരേഖയായത്. ദേശീയപാതാ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതിനുള്ള അവകാശങ്ങൾ പരിമിതമാക്കി കരട് നയരൂപരേഖ സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള ലോകായുക്തയിലെ രജിസ്ട്രാർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരള ഹയർ ജുഡീഷ്യൽ സർവീസിൽ നിന്ന് ജില്ലാ ജഡ്ജിയായി വിരമിച്ച ജുഡീഷ്യൽ ഓഫീസർമാരെയാണ് പുനർനിയമനാടിസ്ഥാനത്തിൽ നിയമിക്കുക. 2 വർഷമാണ് കാലാവധി. പ്രായപരിധി 68 വയസ്സ്. കോടതി ഭരണകാര്യങ്ങളിൽ നൈപുണ്യവും നിയമപരിജ്ഞാനവുമുള്ളവർക്ക് മുൻഗണനയുണ്ടാവും. തിരഞ്ഞെടുക്കുന്ന അപേക്ഷകരെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മുമ്പാകെ അഭിമുഖത്തിന് ക്ഷണിക്കും. നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷ മെയ് 3 മുൻപായി തിരുവനന്തപുരം കേരള ലോകായുക്ത ഓഫീസിലേക്ക് അയക്കണം.